മറുനാടൻ മലയാളി സാജൻ സ്കറിയയെ വാഹനമിടിപ്പിച്ച് കൊല്ലുവാൻ ശ്രമം നടന്നു. ഇടുക്കിയിൽ വെച്ചായിരുന്നു സംഭവമുണ്ടായത്. ഇടുക്കിയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു സംഭവമുണ്ടായത്. സാജൻ സ്കറിയയുടെ വാഹനത്തെ ഇടിച്ചിടാനായിരുന്നു ശ്രമം. മറ്റൊരു വാഹനം സാജൻ സ്കറിയയുടെ വാഹനത്തിൽ ഇടിച്ചതിന് പിന്നാലെ മുഖം സ്റ്റിയറിംഗിൽ ഇടിച്ചായിരുന്നു അപകടമുണ്ടായത്. അങ്ങനെയായിരുന്നു മുഖത്ത് പരിക്കേറ്റത്. അക്രമി സംഘത്തെ തിരിച്ചറിഞ്ഞു എന്നാണ് സാജൻ സ്കറിയയുടെ വാർത്താ ചാനൽ പുറത്തുവിടുന്നത്. ആദ്യം പ്രദേശത്തെ മറ്റൊരു അക്രമി സംഘത്തെയായിരുന്നു പോലീസ് സംശയം പ്രകടിപ്പിച്ചിരുന്നത്. പിന്നാലെയായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നവർ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്ന് തെളിഞ്ഞത്. സാജൻ സ്കറിയയുടെ വാഹനത്തെ മറിച്ചിടുകയായിരുന്നു അക്രമികളുടെ ലക്ഷ്യം. ഇടുക്കി മങ്ങാട്ടുകടവിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടിയ സാജൻ സ്കറിയയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കേരളത്തിലെ ചില രാഷ്ട്രീയ സംഘടന ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നു എന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കാറിൽ അതിവേഗത്തിൽ വന്ന് മറ്റൊരു വാഹനം ഇടിച്ചു നിൽക്കുകയായിരുന്നു. കല്യാണത്തിൽ പങ്കെടുത്തു എന്നറിഞ്ഞ് ബോധപൂർവം ഇവർ സാജൻ സ്കറിയയെ പിന്തുടരുകയായിരുന്നു. ആക്രമണത്തിൽ സാജൻ സ്കറിയയുടെ കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് എത്തി മറ്റ് നടപടിക്രമങ്ങളെല്ലാം നടത്തുകയാണ്. വധശ്രമത്തിനുൾപ്പെടെ കേസ് ചുമത്തുമെന്നും പിന്നീട് പോലീസ് അധികൃതർ അറിയിച്ചു.